പ്രൈസ് ലോഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ദ ലൗഡസ്റ്റ് വോയിസ് വി ഹിയർ ഈസ് അവർ ഓൺ വോയിസ്. അതായത് ദ വോയിസ് ഇൻസൈഡ് ഓഫ് us, അവർ സെൽഫ് ടോക്ക്. സെൽഫ് ടോക്ക് കേട്ടിട്ടില്ലേ? നാം തന്നെ പറയുന്ന ചില കാര്യങ്ങൾ വളരെ ക്വയറ്റായിട്ടായിരിക്കും പറയുന്നത്. പക്ഷെ ദൈവമക്കളെ ഓർക്കണേ, ഇറ്റ് ഈസ് വെരി പവർഫുൾ. സെൽഫ് ടോക്ക് ഈസ് എ റിയൽ ഡീൽ. സെൽഫ് ടോക്ക് എന്ന് പറയുന്നത് നമ്മൾ നാച്ചുറലി നമ്മൾ ഉണർന്നിരിക്കുന്ന സമയത്തൊക്കെ ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. അത് ഒരു തരം ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിങ്ങാണ്. അതിൻ്റെ റിപ്പറ്റേറ്റീവ് നേച്ചർ കൊണ്ട് അതിൻ്റെ ശക്തി എത്ര വലുതാണെന്നറിയാമോ? നമ്മുടെ മനസ്സാക്ഷിയെ അത് മോൾഡ് ചെയ്യുവാനായിട്ട് തുടങ്ങും. ഇന്ന് അല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് യോഹന്നാൻ്റെ സുവിശേഷം 8:44, ജോൺ ചാപ്റ്റർ 8 വേഴ്സ് 44. നിങ്ങൾ പിശാചെന്ന പിതാവിൻ്റെ മക്കൾ, നിങ്ങളുടെ പിതാവിൻ്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകനായിരുന്നു. അവനിൽ സത്യമില്ലായകൊണ്ട് സത്യത്തിൽ നിൽക്കുന്നതുമില്ല. അവൻ ഭോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു. അവൻ ഭോഷ്ക് പറയുന്നവനും അതിൻ്റെ അപ്പനും ആകുന്നു. പുതിയ വാക്യമൊന്നുമല്ല, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന വാക്യമാണ്. സ്വന്തത്തിൽ നിന്ന് എടുത്ത് പറയുന്നു. നമ്മുടെ ശത്രു ഒരു ഡിസ്ട്രോയറാണ്. ചെറിയ പ്രായം മുതൽ അവൻ കള്ളത്തരം പറയാൻ നമ്മെ പഠിപ്പിക്കും. എന്നിട്ട് സത്യമായിട്ടുള്ള ചില കാര്യങ്ങൾ അത് തെറ്റായുള്ള ചിന്തകളാണെന്ന് ചെറിയ പ്രായം മുതലേ നമ്മെ അങ്ങ് ധരിപ്പിക്കും. ഞാൻ പറയട്ടെ, സത്യമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ദൈവം പറയുന്ന കാര്യമാണ്. നമ്മുടെ ദൈവത്തെക്കുറിച്ച് സത്യം മാത്രമേ ഉള്ളൂ. അവൻ നമ്മെ അറിയുന്നവനാണ്. അവൻ നമ്മുടെ സൃഷ്ടാവാണ്. അവൻ നമ്മുടെ ഡിസൈനറാണ്, അല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഈ ദൈവത്തിൻ്റെ ശബ്ദവും ഈ പിശാചിൻ്റെ ശബ്ദവും തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുമോ? തിരിച്ചറിയാനായിട്ട് നിങ്ങൾക്ക് പറ്റുമോ? ഒന്ന് നമ്മളിലേക്ക് ജീവൻ കൊണ്ടുവരും, ഒന്ന് നമ്മളിലേക്ക് മരണം കൊണ്ടുവരും. ശരിക്കും യൂഷ്വലി എ സ്ലോ ബേർഡൻസം ഡെത്ത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, നമ്മുടെ ചിന്തകൾ നമ്മുടെ ഉള്ളിലുള്ളതാണ് വാക്കുകളായിട്ട് ബബിൾ ഔട്ട് ചെയ്ത് വരുന്നത്. അപ്പം ഉള്ളിലുള്ളത് നാം പുറത്തോട്ട് പറയുമ്പോൾ നാം എന്തോ കേൾക്കുന്നത്? വി ഹിയർ അവർ സെൽഫ്, വി സ്പീക്ക് അബൌട്ട് അവർ സെൽഫ്. നാം കേൾക്കുന്നത് സ്വയത്തെയാന്നേ, നാം സംസാരിക്കുന്നതും സ്വയത്തെ പറ്റിയാണ്. എന്നിട്ട് നാം പറയുന്നതൊക്കെ റിയാലിറ്റിയിലേക്ക് വന്ന് സംഭവിക്കും കേട്ടോ. ഇപ്പോൾ നാം എന്തെങ്കിലും ചിന്തിക്കുകയോ പറയുകയോ ചെയ്യുക, അതായത് എനിക്ക് ഒത്തിരി വണ്ണമാണ്, അല്ലെങ്കിൽ ഞാനൊരു സ്റ്റുപ്പിഡായി പോയല്ലോ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ എന്ത് പറ്റുമെന്നറിയാമോ? നമ്മൾ സംസാരിക്കുന്നത് തന്നെ നമുക്ക് ഭവിക്കും. അവർ ലൈഫ് വിൽ ഷോ എക്സാക്ട്ലി ആസ് വി സ്പീക്ക്. നമ്മുടെ സൃഷ്ടാവുമായിട്ട് നാം അഗ്രി ചെയ്ത് നാം നമ്മെക്കുറിച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യം ചിന്തിക്കുകയും പറയുകയും ചെയ്താൽ അതായിരിക്കും സംഭവിക്കുന്നത്. മനസ്സിലാക്കണം, അതിശയവും അത്ഭുതകരവുമായ നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. നാം ഒരു മാസ്റ്റർ പീസാണ്. ഞാൻ പറയും, ഞാനൊരു രാജാവിൻ്റെ മകളാണ്. ഞാൻ വ്യത്യസ്തയായി ജീവിക്കണ്ടേ, വ്യത്യസ്തയായി ചിന്തിക്കണ്ടേ? പ്രൈസ് ഗോഡ്. നമ്മൾ ചിന്തിക്കുന്നതൊക്കെ അതിനൊരു ചേഞ്ച് വരുത്തിയാൽ നമ്മുടെ കാഴ്ചപ്പാടിന് വ്യത്യാസം വരും. നമ്മുടെ പേഴ്സ്പെക്റ്റീവ് ചേഞ്ച് ചെയ്യും. അങ്ങനെ നാം പറയുന്നത് ചേഞ്ച് ചെയ്യും. അങ്ങനെ ഈ ലോകത്തിലായിരിക്കുമ്പോഴുള്ള നമ്മുടെ പ്രവൃത്തിയും
വ്യത്യാസത്തിലായിത്തീരും. പോസിറ്റീവ് സെൽഫ് ടോക്ക് നമ്മളിലുണ്ടാകട്ടെ. ഇന്ന് ഒത്തിരി പേർക്കും ഇതിനെക്കുറിച്ചൊക്കെ നല്ലതായിട്ടറിയാം. പോസിറ്റീവ് സെൽഫ് ടോക്ക്, ഇറ്റ് ഈസ് എ പവർഫുൾ ടൂൾ ഫോർ ഇൻക്രീസിങ് അവർ സെൽഫ് കോൺഫിഡൻസ്. എന്നിട്ട് നമ്മുടെ നെഗറ്റീവ് ഇമോഷൻസിനെ എല്ലാം അത് ചുരണ്ടിയെടുത്ത് ദൂരെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കളയും. ആവർത്തന പുസ്തകം 30-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു എന്നതിന് ഞാൻ ആകാശത്തെയും ഭൂമിയെയും ഇന്ന് സാക്ഷി വയ്ക്കുന്നു. അതായത് അനുഗ്രഹവും ശാപവും നമ്മുടെ മുമ്പിൽ തന്നെയുണ്ട്. നാം അനുഗ്രഹം പറയുന്നവരാണെങ്കിൽ അനുഗ്രഹം നമ്മുടെ മുമ്പിൽ വന്നിരിക്കും. നാം ശാപം പറയുന്നവരാണെങ്കിൽ ശാപം നമ്മുടെ മുമ്പിൽ വന്നിരിക്കും. ദൈവമക്കളെ, അത് വേണോ? സ്തോത്രം. ഈ സെൽഫ് ടോക്ക് നമ്മുടെ ജീവിതത്തിൽ നാം കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. പോസിറ്റീവ് വേർഡ്സ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. അത് നമ്മുടെ ധൈര്യത്തെ ബൂസ്റ്റ് ചെയ്യും. നമ്മുടെ മൂഡിനെ അത് ഇമ്പ്രൂവ് ചെയ്യും. ഈ സ്ട്രെസ്സാണല്ലോ ഇന്നിപ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ. സ്ട്രെസ്സിനെ അത് എലിമിനേറ്റ് ചെയ്ത് കളയും. നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ പോലും പോസിറ്റീവായിട്ടുള്ള വാക്കുകൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയും. നമ്മുടെ വെൽബീയിങ്ങിനെ പോസിറ്റീവ് ടോക്ക് ഇൻഫ്ലുവൻസ് ചെയ്യും. പോസിറ്റീവ് സെൽഫ് ടോക്ക് മാസ്റ്റർ ചെയ്യുന്ന ചിലരുണ്ട്. നോക്കിക്കേ, അവർ വളരെ മോട്ടിവേറ്റഡും കോൺഫിഡൻറ്റും പ്രൊഡക്റ്റീവുമായിരിക്കും. ദൈവം നമ്മെ സൃഷ്ടിച്ചത് തന്നെ സമൃദ്ധമായ ജീവൻ നമുക്കുണ്ടാകാൻ. നമ്മുടെ സെൽഫ് ടോക്ക്, നാം തനിയെ പറയുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ പ്ലാനുമായിട്ട് അലൈൻ ചെയ്തു പോകുന്നുണ്ടോ? ദൈവം നമ്മളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്കുകളുമായിട്ട് അത് അലൈൻ ചെയ്തു പോകുന്നുണ്ടോ? ദൈവമക്കളെ, പോസിറ്റീവ് സെൽഫ് ടോക്ക് നമ്മുടെ ജീവിതത്തിലുണ്ടാകട്ടെ. നെഗറ്റീവ് സെൽഫ് ടോക്കുള്ളവർ വളരെ ക്രിട്ടിക്കായിരിക്കും. അത് നമ്മുടെ സെൽഫ് എസ്റ്റീമിനെ നശിപ്പിക്കും. ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ ആ കാഴ്ചപ്പാടിനെ കുറച്ച് കളയും. നമ്മുടെ എനർജി ലെവൽസും നമ്മുടെ ബന്ധങ്ങളും ഈവൻ ദൈവമക്കളെ നമ്മുടെ ആരോഗ്യത്തെ പോലും നെഗറ്റീവ് സെൽഫ് ടോക്ക് കെടുത്തി കളയും, കുറച്ച് കളയും. അതുകൊണ്ട് നെഗറ്റീവ് സെൽഫ് ടോക്ക് നാം മനസ്സിലാക്കി ആ ഡിസ്ട്രക്റ്റീവ് ഹാബിറ്റിൽ നിന്ന് പുറത്തു വരണം. നമ്മുടെ എല്ലാ നെഗറ്റീവ് വോയിസ് നമ്മുടെ ബുദ്ധിക്കകത്തുള്ളതും നാം നമ്മുടെ ജീവിതത്തിൽ പറയുന്നതിനെല്ലാം ഒന്ന് സൈലൻസ് ചെയ്യുവാൻ്റെ ഗുണം ഈ നാളിൽ ഒന്ന് ഒരുങ്ങിയാട്ടെ. നമുക്കളെ വീണ്ടും ഞാൻ പറയട്ടെ, നമ്മുടെ സെൽഫ് ടോക്ക് ഇറ്റ് മാറ്റേഴ്സ്. അതുകൊണ്ട് വളരെ അറ്റൻഷൻ നാം ആ കാര്യത്തിൽ കൊടുക്കണം. നിരന്തരം സെൽഫ് ടോക്ക് പറയുന്നൊരു വ്യക്തി തന്നെക്കുറിച്ച് തന്നെയായിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരെക്കുറിച്ച് ആയിരിക്കും. അവരാരും മനസ്സിലാക്കുന്നില്ല അവർ പറയുന്നത് കൊണ്ടുവരുന്ന ഇമ്പാക്റ്റ്. അതുകൊണ്ട് നമ്മുടെ ചിന്തകളെ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. നമ്മൾ നമ്മെക്കുറിച്ച് തന്നെ എന്താണ് പറയുന്നതെന്ന് ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. എന്നിട്ട് എല്ലാ നെഗറ്റീവ് സെൽഫ് ടോക്കും ഞാൻ എലിമിനേറ്റ് ചെയ്ത് കളയുമെന്ന് ഒന്ന് തീരുമാനിച്ചേ. പൗലോസ് പറയുന്നില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. അല്ലേ? ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ സമ്മതിച്ചു. പക്ഷെ ദൈവകൃപ അവൻ്റെ മേലുണ്ടെങ്കിലുണ്ടല്ലോ, ഒരു പോസിറ്റീവായിട്ടുള്ള സെൽഫ് ടോക്ക് നടത്തുന്നവനാണെങ്കിലുണ്ടല്ലോ, അവൻ്റെ ജീവിതത്തിൽ തീർച്ചയായിട്ടും നന്മയെ ഉണ്ടാകാൻ പോകത്തുള്ളൂ. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മുടെ ചിന്തകളും നമ്മുടെ വാക്കുകളുമെല്ലാം സത്യമായുള്ള ദൈവശക്തിയോട് ബന്ധപ്പെട്ടിരിക്കട്ടെ. കർത്താവ് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മുടെ മേൽ തൻ്റെ കൃപ പകരട്ടെ. നമുക്ക് വിശ്വസിക്കാം, ഞാൻ പറയുന്നത് തന്നെയാണ് ഞാനെന്ന്. ലെറ്റ് us believe that I am who you say that I am. നമ്മുടെ വോയിസ് തന്നെ
നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ലൗഡസ്റ്റ് വോയിസ് ആയിരിക്കട്ടെ. ദൈവം നമ്മുടെ ഹൃദയത്തിൽ ഇടപെടുന്നത്, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നാം പുറത്തേക്ക് വിടുമ്പോൾ അത് ശക്തിയോടെ ക്രിയ ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കൊണ്ടുപടിയാവും. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ദൈവവചനത്തിൽ കൂടെ ഞങ്ങളെ കേൾപ്പിക്കുന്ന ആലോചനകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. സെൽഫ് ടോക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കുറയട്ട് കർത്താവേ. ഞങ്ങളുടെ നാവ് സുവിശേഷത്തിൻ്റെ വ്യാപ്തിക്ക്, ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക്, സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീരട്ട് കർത്താവേ. നീ ഞങ്ങളെ ഓരോരുത്തരെയും പരിപാലിക്കണം, സഹായിക്കണം, ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ലോർഡ്. ഗോഡ് ബ്ലെസ് യു.